Hi students, welcome to Commerce Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ MSMEൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് MSME എന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻസും റോൾസും ഫാക്ടേഴ്സും പ്രോബ്ലംസും ഒക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. അതുമാത്രമല്ല അതിൻ്റെ സ്റ്റേജസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇൻസെൻറ്റീവ്സ്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, നീഡ്സ്, പിന്നെ പ്രോബ്ലംസ് ഓഫ് ഇൻസെൻറ്റീവ്സ് ഓർ സബ്സിഡീസ് ദെൻ DIC ഇതിനെക്കുറിച്ചാണ് മെയിനായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുമാത്രമല്ല 2019, 18, 16 വർഷങ്ങളിൽ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടതാണ്. ആ ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻസെൻറ്റീവ്സ് ആർ ദ ഫിനാൻഷ്യൽ ആൻഡ് പ്രൊമോഷണൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ് ടു ദ ഇൻഡസ്ട്രീസ് ഫോർ ബൂസ്റ്റിംഗ് അപ്പ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ടു ഓൾ ദ റീജിയൻ പർട്ടിക്കുലർലി ഇൻ ദ ബാക്ക്വേർഡ് ഏരിയാസ്. ഇവിടെ മെയിനായിട്ട് എന്താ പറയുന്നത്, ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ പ്രൊമോഷണൽ ഇൻസെൻറ്റീവ്സുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പ്ലേസുകളിലും പ്രത്യേകിച്ച് ബാക്ക്വേർഡ് ഏരിയാസുകളിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉയർത്തുന്നതിനായിട്ട് അവിടെ കൂടുതലായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് ഉൾപ്പെടുന്ന ചില കാര്യങ്ങളാണ് കൺസെഷൻസ്, അതുപോലെ തന്നെ സബ്സിഡീസ്, പിന്നെ ബൗണ്ടീസ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉൾപ്പെടുന്നത്. ഈ ബൗണ്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഹെൽപ്പ് അഥവാ ദാനധർമ്മങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഇൻസെൻറ്റീവ്സ് ഓർ സബ്സിഡീസ്. എന്തൊക്കെ തരം അഡ്വാൻറ്റേജസ് ആണ് ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ സബ്സിഡീസിന് ഉള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ആക്ട് ആസ് എ മോട്ടിവേഷണൽ ഫോഴ്സസ് എന്ന് പറയുകയാണെങ്കിൽ ഓൺട്രപ്രണേഴ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇൻസെൻറ്റീവ്സ്. നെക്സ്റ്റ്, എൻകറേജ് ടു സ്റ്റാർട്ട് ഇൻഡസ്ട്രീസ് ഇൻ ദി ബാക്ക്വേർഡ് ഏരിയാസ്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ബാക്ക്വേർഡ് ഏരിയാസുകളിലുള്ള ഇൻഡസ്ട്രികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് ഓൺട്രപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് നേടാൻ വേണ്ടിയിട്ട് ഈ ഇൻസെൻറ്റീവ്സ് സർക്കാരിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലീഡ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്ന പുതിയ തരം ഓൺട്രപ്രണേഴ്സ്, ആ ഓൺട്രപ്രണേഴ്സിനൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻസെൻറ്റീവ്സ് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മേക്ക് ദ ഓൺട്രപ്രണേഴ്സ് ടു ഫേസ് കോമ്പറ്റീഷൻ. ഇവിടെ കോമ്പറ്റീഷൻ സക്സസ്ഫുള്ളായി നേരിടാൻ വേണ്ടിയിട്ട് അവർ ഈ ഇൻസെൻറ്റീവ്സ് ഓൺട്രപ്രണേഴ്സിനെ കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ്, റെഡ്യൂസ് ദ ഓവറോൾ പ്രോബ്ലംസ് ഓഫ് SSI യൂണിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസുകളിൽ അവരുടെ ഓൺട്രപ്രണേഴ്സ് മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻസെൻറ്റീവ്സ് വളരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, നീഡ്സ് ഫോർ ഇൻസെൻറ്റീവ്സ്. ഫസ്റ്റ് വൺ, ടു റിമൂവ് റീജിയണൽ ഡിസ്പെറിറ്റീസ്. ഇവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ഡിസ്പെറിറ്റീസ് റിമൂവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡസ്ട്രീസുകൾ മെയിനായിട്ട് കേന്ദ്രീകരിക്കുകയും ഒപ്പം ചില പ്ലേസുകളിൽ തിരക്ക് കൂടുതലാവുകയും ചെയ്യുന്ന കേസുകളിൽ ഈ ഒരു ബാലൻസ്ഡ് റീജിയണൽ ബാലൻസസ് ശരിയാകുന്നതിന് അതിന് കുറച്ച് ഇൻസെൻറ്റീവ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺട്രപ്രണേഴ്സ്. അത്തരം ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസുകളിൽ അവർ പുതുതായിട്ടുള്ള എൻ്റർപ്രൈസ് ആരംഭിക്കുകയും അങ്ങനെ ബാക്ക്വേർഡ് ഏരിയാസുകളെ ഡെവലപ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ അവിടെ ഒരു ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ശരിയാവുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു പ്രൊമോട്ട് ഓൺട്രപ്രണർഷിപ്പിനെ മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സുകൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ ലഭ്യത, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കൺസെഷൻസ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡീസ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് സബ്സിഡീസ് തുടങ്ങിയ സബ്സിഡികളുടെ ചില
എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന പുതിയ ന്യൂ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺട്രപ്രണർഷിപ്പിൽ ഏറ്റെടുക്കാൻ അവരെന്താണ് കൂടുതലായിട്ട് ഓൺട്രപ്രണേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മെയിനായിട്ട് ഒരു ഇൻസെൻറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സുകളാണെങ്കിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക്കിൻ്റെ ലഭ്യതയാണെങ്കിലും അതുപോലെ തന്നെ ഫിനാൻഷ്യലി ആയിട്ടുള്ള ഹെൽപ്പ്, അതിൻ്റെ ഇളവ് കൊടുക്കുക, സബ്സിഡീസ്, ഇൻസെൻറ്റീവ്സ്, കൺസെഷൻസ് എന്നൊക്കെ പറയാം നമുക്ക്. അതിൽ വരുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ വരുന്ന സബ്സിഡീസ്, അതുപോലെ ട്രാൻസ്പോർട്ട് സബ്സിഡീസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ സബ്സിഡികളുടെയും ചില എക്സാമ്പിൾസ് ആണ് ഒരു ന്യൂ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ന്യൂ ആയിട്ടുള്ള ഓൺട്രപ്രണർഷിപ്പ് ഏറ്റെടുക്കാൻ ഒരു ഓൺട്രപ്രണേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് ദ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ടു പ്രൊവൈഡ് ദ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ആൻഡ് സർവൈവൽ ആൻഡ് ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്തിലേക്ക്, ഇൻസെൻറ്റീവ്സിൻ്റെ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്ന സ്ട്രെങ്ത്തും അതുപോലെ തന്നെ സർവൈവൽസും ഗ്രോത്തും ഒക്കെ. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് നിരവധി പ്രൊമോഷൻസ്, ആ പ്രൊമോഷൻസൊക്കെ എന്താണ് ഇൻഡസ്ട്രികളുടെ നിലനിൽപ്പിനും അതുപോലെ തന്നെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ പ്രവർത്തിച്ചിരുന്നത്. മെയിനായിട്ട് ഇതൊക്കെ കൊടുത്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡസ്ട്രീസിൻ്റെ നിലനിൽപ്പിനും അതുപോലെ തന്നെ ഗ്രോത്ത്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഇൻഡസ്ട്രീസൊക്കെ എന്താണ് ഡെവലപ്മെൻറ്റ് ചെയ്തു കൊണ്ടുവന്നിരുന്നത്. നെക്സ്റ്റ്, ടു ജനറേറ്റ് ദ മോർ എംപ്ലോയ്മെൻറ്റ്, കൂടുതലായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അതൊക്കെ സൃഷ്ടിക്കുക, എന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അത് കൂടുതലായിട്ട് എംപ്ലോയ്മെൻറ്റ്സ് ജനറേറ്റ് ചെയ്യുക, അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് നീഡ്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു സബ്സിഡീസ്. ഫസ്റ്റ് പോയിൻ്റ് ആണ്, ദ കോണ്ടം ഷുഡ് ബി ആഡിക്വേറ്റ് ആയിട്ടുള്ള കോണ്ടംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സബ്സിഡീസിൻ്റെ കേസിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, ടാർഗറ്റ് ടു whom the subsidy is to benefit should be clearly determined. ഇവിടെ എന്താ പറയുന്നത്, ആർക്കാണ് സബ്സിഡീസ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് വ്യക്തമായിട്ട് നിർണ്ണയിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ സബ്സിഡി വിൽ ബി ഗിവൺ മസ്റ്റ് ബി ഫെയർലി ലോങ്. ഇവിടെ പറയുന്നത് ഈ സബ്സിഡി നൽകുന്ന ഒരു പീരീഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കാലാവധി ഉണ്ട്, ആ കാലാവധി വളരെ നീണ്ടതായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ സബ്സിഡി സ്കീംസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു പ്രോസ്പെക്റ്റീവ് ബെനിഫിഷ്യറീസ്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഈ സബ്സിഡീസ് സ്കീംസ് അതൊക്കെ എന്താണ് ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ബെനിഫിഷ്യറീസുകളെ അറിയിക്കണം എന്നാണ് പറയുന്നത്. ഈ സബ്സിഡി സ്കീംസ് എന്തൊക്കെയാണ് എന്നുള്ളത് പ്രോസ്പെക്റ്റീവ് ബെനിഫിഷ്യറീസുകളെ അറിയിക്കണം. നെക്സ്റ്റ്, ദ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റിംഗ് എ സബ്സിഡി ഷുഡ് ബി കൺസിഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സിഡീസ് നൽകുന്നതിനുള്ള കോസ്റ്റ് അതെന്താണ് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ്, ദ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി എഫക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താണ് എഫക്റ്റീവ് ആക്കണം. സബ്സിഡീസ് വൺസ് ഇൻട്രൊഡ്യൂസ്ഡ് ആർ ഡിഫിക്കൽട്ട് ടു വിഡ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സബ്സിഡികൾ പിൻവലിക്കാൻ പ്രയാസമാണ് എന്നാണ് പറയുന്നത്. ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത സബ്സിഡികൾ പിന്നീട് അത് പിൻവലിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇൻസെൻറ്റീവ്സ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽസ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ബാക്ക്വേർഡ് ഏരിയാസുകളിലുള്ള ഇൻഡസ്ട്രീസുകൾ, ആ ഇൻഡസ്ട്രീസിനുള്ള ഡെവലപ്മെൻറ്റിനുള്ള പ്രൊമോഷൻസ് എന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഒക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡീസ്. അവിടെ മെയിനായിട്ട് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു സബ്സിഡീസിൻ്റെ മെയിനായിട്ട് പറയുന്ന കാര്യമാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ സബ്സിഡൈസ്ഡ് കൺസൾട്ടൻസി സർവീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സിഡി കൺസൾട്ടൻസി സർവീസുകളൊക്കെ ഈ ഒരു ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ഇൻഡസ്ട്രീസുകളുടെ ഡെവലപ്മെൻറ്റിനായിട്ട് പ്രയോജനപ്പെടുത്തുക. നെക്സ്റ്റ്, സബ്സിഡി ഫോർ മാർക്കറ്റ് സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്റ്റഡീസിലുള്ള സബ്സിഡീസ്, മാർക്കറ്റ് സ്റ്റഡിയിൽ എങ്ങനെയാണോ സബ്സിഡീസ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ഇൻഡസ്ട്രീസുകൾക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, മെഷീനറി ഓൺ ഹയർ പർച്ചേസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ
ഇവിടെ പറയുന്ന ഹയർ പർച്ചേസ് എന്ന് പറയുകയാണെങ്കിൽ വാടകയ്ക്ക് വാങ്ങുന്നതിനുള്ള കാര്യങ്ങൾ, വാടകയ്ക്ക് എന്തെങ്കിലും സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മിഷനറിയാണ് ഹയർ പർച്ചേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മിഷനറീസ് എന്താണ്, ഹയർ പർച്ചേസിന് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മേടിക്കുന്ന ആ ഒരു പ്രോഡക്ട്സിനുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ അത് എത്രത്തോളം നമ്മുടെ ഈ ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ഇൻഡസ്ട്രീസിന് കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുമെന്ന കാര്യങ്ങൾക്കൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് പറയണമെങ്കിൽ ക്യാപിറ്റലിൻ്റെ ഒരു ഉറവിടം അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ ഒരു സീഡ്, ആ ക്യാപിറ്റൽ സീഡ് എന്താണ് കൂടുതലായിട്ട് ഈ ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ഇൻഡസ്ട്രീസുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ആ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് അവിടെ കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ. നെക്സ്റ്റ് സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ ഇമ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോ മെറ്റീരിയൽസുകളുടെ ഇമ്പോർട്ടിങ് അഥവാ ഇറക്കുമതി ചെയ്യുന്നതിന് അത് പ്രത്യേകമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബാക്ക്വേർഡ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് അത് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് പ്രത്യേകമായുള്ള ഫെസിലിറ്റീസുകളൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടാക്സേഷൻ ബെനിഫിറ്റ് ടു മൈക്രോ ആൻഡ് സ്മാൾ യൂണിറ്റ്സ്. ഇവിടെ മെയിനായിട്ട് പറഞ്ഞ മൈക്രോ ആൻഡ് സ്മാൾ യൂണിറ്റ്സിലേക്കുള്ള ടാക്സേഷൻ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ, ടാക്സ് ഹോളിഡേ. മൈക്രോ ആൻഡ് സ്മാൾ യൂണിറ്റ്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം ദി പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് അണ്ടർ സെക്ഷൻ 80J ഓൺ ദി പ്രോഫിറ്റ് അറ്റ് 6%. ഇവിടെ ടാക്സ് ഹോളിഡേ എന്ന് പറയുന്നത് എന്താണ്, മൈക്രോ അതുപോലെ തന്നെ സ്മാൾ യൂണിറ്റുകളെ സെക്ഷൻ 80J പ്രകാരം ഇൻകം ടാക്സ് അടയ്ക്കുന്നതിന് നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ മൊത്തം ലാഭത്തിൽ നിന്ന് 6%. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് റിബേറ്റ്. ദിസ് ഈസ് അവൈലബിൾ ഫോർ പ്ലാന്റ് ആൻഡ് മിഷനറി അണ്ടർ സെക്ഷൻ 33. ദ റൈറ്റ് ഈസ് 35% ഓഫ് ദി കോസ്റ്റ് if purchased before 1/4/1917 and 25% if it is purchased after 1/4/1970. ഇവിടെ പറയുന്നത് ഡെവലപ്മെൻറ്റ് റിബേറ്റ് എന്ന് പറയുകയാണെങ്കിൽ സെക്ഷൻ 33 പ്രകാരം പ്ലാന്റ് ആൻഡ് മിഷനറിക്കായിട്ട് ഇത് ലഭ്യമാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ 1/4/1970 മുമ്പ് വാങ്ങിയാൽ ആ വാങ്ങിയതിൻ്റെ ആ കോസ്റ്റിൻ്റെ 35% 1/4/1970 ശേഷം വാങ്ങിയാൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ പറയുന്ന മെയിനായിട്ട് പറയുകയാണെങ്കിൽ 1/4/1970 അവർ വാങ്ങുന്നതിന് മുമ്പേ എന്തെങ്കിലും കോസ്റ്റ് അവിടെ ചിലവായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് 35%. ഈ ആഫ്റ്റർ 1/4/1970 ശേഷമാണ് ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മെഷീനറീസും അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറീസ് വാങ്ങിയതെങ്കിൽ അവിടെ എന്താണ് 25% ഡിഡക്റ്റ് ചെയ്യുന്നത്, റിബേറ്റ് വരുന്നത്. നെക്സ്റ്റ് റീഹാബിറ്റേഷൻ അലവൻസ്. ദിസ് ഈസ് ഗ്രാൻറ്റഡ് ടു മൈക്രോ ആൻഡ് സ്മാൾ യൂണിറ്റ് ഹൂസ് ദ ബിസിനസ് ഈസ് ഡിസ്കണ്ടിന്യൂഡ് ഡ്യൂ ടു ദ നാച്ചുറൽ കലാമിറ്റീസ്. ഇവിടെ പറയുന്ന നാച്ചുറൽ കലാമിറ്റീസ് കാരണം ബിസിനസ് നിർത്തലാക്കിയ മൈക്രോ സ്മാൾ യൂണിറ്റുകൾക്ക് ഇത് അനുവദിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ്. ഇറ്റ് ഈസ് അലൗഡ് അറ്റ് ദ റൈറ്റ് ഓഫ് 25% ഓൺ കോസ്റ്റ് ഓഫ് എക്വസിഷൻ ഓഫ് ന്യൂ പ്ലാന്റ് ആൻഡ് മിഷനറി ഇൻസ്റ്റാൾഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള പ്ലാന്റും മിഷനറീസുകളും ഏറ്റെടുക്കുന്നതിനുള്ള കോസ്റ്റ് അത് 25% റൈറ്റിൽ നിന്ന് ഇത് അനുവദനീയമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പബ്ലിക്കേഷൻ ഓഫ് ബുക്ക്. SSI യൂണിറ്റ്സ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ബുക്സ് വിൽ ബി എൻടൈറ്റിൽഡ് ടു എ ഡിഡക്ഷൻ ഓഫ് 25% ഓഫ് ദ പ്രോഫിറ്റ് അണ്ടർ സെക്ഷൻ 80QQ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബുക്സുകളുടെ ഒരു ആ പബ്ലിക്കേഷൻസ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന SSI യൂണിറ്റ്സ് സെക്ഷൻ 80QQ പ്രകാരം അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25% ആയിട്ട് ഡിസ്കൗണ്ട് ലഭിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എക്സൈസ് കൺസെഷൻ. ദ SSI യൂണിറ്റ്സ് വിത്ത് എ ടേൺ ഓവർ അപ് ടു ₹3 crore ആർ എൻടൈറ്റിൽഡ് ടു കൺസെഷൻ ടു എക്സൈസ് ഡ്യൂട്ടി. എക്സൈസ് കൺസെഷൻ എന്ന് പറയുകയാണെങ്കിൽ 1 lakh രൂപ വരെ വിറ്റുവരവുള്ള SSI യൂണിറ്റുകൾ 3 കോടി രൂപയ്ക്ക് എക്സൈസ് കൺസെഷൻസ്
ആ കൺസെഷൻസ് ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കോടി രൂപയ്ക്ക് എക്സൈസ് കൺസെഷൻസ് ലഭിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻകം ടാക്സ് എക്സംഷൻ ഫോർ SSI എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ആൻഡ് സ്മാൾ എൻ്റർപ്രൈസ് ഓപ്പറേറ്റിംഗ് ഇൻ 53 ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റ് ഇൻ ദ കൺട്രി ആർ എൻടൈറ്റിൽഡ് ടു 100% ഇൻകം ടാക്സ് എക്സംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ രാജ്യത്തെ 53 ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റിലും പ്രവർത്തിക്കുന്ന മൈക്രോ സ്മാൾ ഓൺട്രപ്രൈസുകൾക്ക് 100% ഇൻകം ടാക്സിൻ്റെ ഇളവ് ലഭിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ് DIC. DIC എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. DIC were established to capture the need of small unit. They are envisaged as a single window interacting agency with the entrepreneurs at the district level. The prospective small entrepreneurs would get all assistance from DIC for setting up and running the industries in rural areas. ഇവിടെ സ്മാൾ യൂണിറ്റുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് DICകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഡിസ്ട്രിക്ട് തലത്തിൽ അവരുടെ ഓൺട്രപ്രണേഴ്സുമായിട്ട് ഒരൊറ്റ വിൻഡോ അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ സിസ്റ്റം ഏജൻസി ആയിട്ട് ആ ഒരു ഇത് വിഭാവനം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് വിഭജിച്ചിട്ടുണ്ട്, സിംഗിൾ വിൻഡോ സിസ്റ്റമായിട്ട് വിഭജിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള സ്മോൾ ഓൺട്രപ്രണേഴ്സ്, ആ സ്മോൾ ഓൺട്രപ്രണേഴ്സിന് റൂറൽ ഏരിയാസിൽ നിന്നുള്ള ഇൻഡസ്ട്രീസ് ആരംഭിക്കുന്നതിനും അത് പ്രവർത്തിപ്പിക്കുന്നതിനും DICയുടെ എല്ലാ ഹെൽപ്പിങ്സും ലഭിക്കുമെന്നാണ് പറയുന്നത്. DICയുടെ എല്ലാ സഹായങ്ങളും ലഭിക്കും. ഈ ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില ഫങ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഐഡൻറ്റിഫൈ ആൻഡ് ഡെവലപ്പ് ന്യൂ ഓൺട്രപ്രണേഴ്സ് ബൈ കണ്ടക്ടിങ് EDP. ഇവിടെ പറയുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ നടത്തി പുതുതായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഡെവലപ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ്, ടെക്നിക്കൽ അഡ്വൈസ് ടു ന്യൂ ഓൺട്രപ്രണേഴ്സ് ഫോർ സെലക്ഷൻ ഓഫ് പ്രോജക്ട്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നതിന് പുതുതായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിന് അവർക്ക് ടെക്നോളജിക്കലി ആയിട്ടുള്ള ഉപദേശൻസ് പ്രൊവൈഡ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ പ്രൊവിഷണൽ SSI രജിസ്ട്രേഷൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായുള്ള SSI രജിസ്ട്രേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, സാങ്ഷൻ മാർജിൻ മണി ലോൺസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ മണീസിനുള്ള അല്ലെങ്കിൽ മാർജിൻ മണി ലോൺസിനുള്ള അനുമതി പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ടേക്ക് ഇനീഷ്യേറ്റീവ് ടു ഗെറ്റ് ക്ലിയറൻസ് ഫ്രം അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ സ്പീഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡി ആയിട്ട് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ വേഗത്തിൽ ലഭിക്കുന്നതിന് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ക്ലിയറൻസ് ലഭിക്കുന്നതിനും മുൻകൈ എടുക്കുക. നെക്സ്റ്റ്, അറേഞ്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു വില്ലേജ് ആർട്ടിസൻസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഫ്രം ദ ലീഡ് ബാങ്ക്. ലീഡ് ബാങ്കിൽ നിന്ന് ഹാൻഡിക്രാഫ്റ്റ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലെ ഹാൻഡിക്രാഫ്റ്റ് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ആർട്സാൻസുകൾക്കും അവർക്കുള്ള വസ്തുക്കൾക്കും സാമ്പത്തികമായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ഹെൽപ്സ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് ഫ്രീ സെയിൽസ് ടാക്സ് ലോൺസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റൈറ്റ് അത് നമ്മുടെ സെയിൽസ് ടാക്സ് ലോൺസ് നേടാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഹെൽപ്സ് SSI യൂണിറ്റ് ടു ഗെറ്റ് സബ്സിഡീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി ലഭിക്കാൻ വേണ്ടിയിട്ട് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലുള്ള യൂണിറ്റ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്സിഡീസ് ലഭിക്കാൻ വേണ്ടിയിട്ട് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സുകളെയൊക്കെ ഫിനാൻഷ്യലി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഗീവ് ദ ട്രെയിനിങ് ടു റൂറൽ ഓൺട്രപ്രണേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഓൺട്രപ്രണേഴ്സിന് അതിൻ്റേതായുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇംപ്ലിമെൻറ്റ് ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ് നടപ്പിലാക്കുക. ഇതൊക്കെയാണ് ഈ ഒരു DICൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. DIC എന്ന് പറയുകയാണെങ്കിൽ
ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടെക്നിക്കൽ കൺസൾട്ടൻസി. ടെക്നിക്കൽ കൺസൾട്ടൻസിയിൽ വരുന്ന ഓർഗനൈസേഷൻ The IDBI and other financial institutions took initiative in the establishment of technical consultancy organizations in the different departments, in the different part of the country. The main objective is to provide the consultancy services to small and medium entrepreneurs at a reasonable costs. The activities of technical consultancy organization services include. ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ സർവീസ് എന്ന് പറയുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ടെക്നിക്കൽ ഓർഗനൈസേഷൻ കൺസൾട്ടൻസികളെ സ്ഥാപിക്കുന്നതിന് IDBIയും അതുപോലെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും മുൻകൈ എടുക്കലുണ്ട്. അതുമാത്രമല്ല സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസുകൾ അതുപോലെ തന്നെ ഇടത്തരം ഓൺട്രപ്രണേഴ്സുകൾ അവർക്ക് ന്യായമായിട്ടുള്ള കോസ്റ്റിൽ കൺസൾട്ടൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ ഒരു ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ്റെ മെയിനായിട്ട് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷനുകളുടെ പ്രവർത്തനങ്ങളിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യൽ സർവേ, പ്രിപ്പറേഷൻ ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡീസ്, ഇവാലുവേഷൻ ഓഫ് പ്രൊജക്റ്റ്, കണ്ടക്ട് ഓഫ് EDPs, അതുപോലത്തെ പ്രൊവിഷൻസ് ഓഫ് ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ്സ് ആൻഡ് അസിസ്റ്റൻസ്, അസിസ്റ്റിംഗ് ഇൻ ദി മോഡേണൈസേഷൻസ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ സർവീസുകളുടെ പ്രവർത്തനങ്ങളിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ്, KINFRA. It was set up in 1993 with a major objectives of the providing facilities required for setting up industries by the development of industrial park, township, zones, etc. KINFRA is developing the industrial park for setting up industrial units based on the availability of raw materials and natural resources of the region. KINFRA എന്നത് 1993 ഇത് മെയിനായിട്ട് സ്ഥാപിച്ചത്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അതുപോലെ ടൗൺഷിപ്പ്, സോൺസ് എന്നിവ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രീസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസുകൾ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ മെയിനായുള്ള ഒബ്ജക്റ്റീവ്സൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് ഈ KINFRAൻ്റെ മെയിനായുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് 1993 ഇത് ആരംഭിച്ചത്. ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ പിന്നീട് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. KINFRA എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. 1993 ഇത് ആരംഭിച്ചത്. മെയിനായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു? ഈ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അതുപോലത്തെ ടൗൺഷിപ്സ് അതുപോലെ സോൺസുകൾ എന്നിവ ഒക്കെ എന്താണ് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻഡസ്ട്രീസ് ആരംഭിക്കുന്നത്. അതുമാത്രമല്ല അവിടെ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസുകളും ഇതൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആവശ്യമായുള്ള ഫെസിലിറ്റീസുകൾ അതൊക്കെ എന്താണ് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. 1993 ഇത് സ്ഥാപിച്ചത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഉള്ള ഫങ്ഷൻസ് നോക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടാകും ഫങ്ഷൻസ് ഓഫ് KINFRA എന്നുള്ളത്. അപ്പോൾ വലിയ ഇതായിട്ട് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന പോർഷൻസ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്? ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻസെൻറ്റീവ്സ് എന്താണ് എന്നാണ് നമ്മൾ ഈ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞത്. 2019 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണിത്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണ്, ഇൻസെൻറ്റീവ്സ് എന്താണ്, അതുപോലെ തന്നെ കിറ്റ്കോ 2019 ചോദിച്ചാണ്. കിറ്റ്കോ എന്താണ് ഞാൻ പറഞ്ഞുതരാം. കിറ്റ്കോ ഇത് 2019 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 മാർക്കിനായി ചോദിച്ചതാണ്. അപ്പോൾ എന്താണ് കിറ്റ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസ്. ഇത് സ്പോൺസേർഡ് ബൈ ദ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കൊളാബറേഷൻ വിത്ത് ദ സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു കാറ്റർ ടു ദ കൺസൾട്ടൻസി നീഡ്സ് ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ന്യൂ ഓൺട്രപ്രണേഴ്സ്.
ഇവിടെ മെയിനായിട്ട് പറയുന്നത് സ്മോൾ ഇൻഡസ്ട്രികളുടെയും അതുപോലെ തന്നെ ന്യൂ ഓൺട്രപ്രണേഴ്സിൻ്റെയും കൺസൾട്ടൻസി സൗകര്യങ്ങൾ അതൊക്കെ നിറവേറ്റുന്നതിനായിട്ടാണ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഈ ഒരു സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് സഹകരിക്കുന്നത്, കൊളാബറേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അവർ സ്പോൺസർ ചെയ്തതാണ് ഈ പറയുന്ന കിറ്റ്കോ അല്ലെങ്കിൽ കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ എന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തത്. ഇത്തരം ഒരു സംഘടനയാണ് നമ്മൾ കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇവിടെ സ്മാൾ സ്കെയിലായിട്ടും അല്ലെങ്കിൽ ഇടത്തരം ഓൺട്രപ്രണേഴ്സുമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അതിനു മുമ്പുള്ള എല്ലാ സ്റ്റഡീസുകളിലും ഈ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. കിറ്റ്കോൻ്റെ ഫങ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടു പ്രിപ്പയർ ദ പ്രോജക്റ്റ് പ്രൊഫൈൽ ആൻഡ് ഫീസിബിലിറ്റി പ്രൊഫൈൽസ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു കിറ്റ്കോൻ്റെ മെയിനായുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് പ്രൊഫൈൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ഫീസിബിലിറ്റി പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത് ടു പ്രൊവൈഡ് ദ ടെക്നിക്കൽ സർവീസസ് ടു സ്മാൾ ആൻഡ് ഇൻഡസ്ട്രിയൽ സ്കെയിൽസ് പ്രോജക്ട്സ്. സ്മാൾ ആൻഡ് മീഡിയം സ്കെയിൽ പ്രോജക്റ്റിന് അതിൻ്റേതായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ടു അണ്ടർടേക്ക് ദ ഇൻഡസ്ട്രിയൽ സർവേ ഒക്കെ നടത്തുക. അതുപോലെ ടു പ്രൊവൈഡ് ദ ടു കണ്ടക്ട് ദ ഇ ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ടു ഐഡൻറ്റിഫൈ ദ പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സ് ആൻഡ് പ്രൊവൈഡ് ദ വിത്ത് ടെക്നിക്കൽ ആൻഡ് മാനേജീരിയൽ അസിസ്റ്റൻസ്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓൺട്രപ്രണേഴ്സിനുള്ള സാധ്യതകൾ കണ്ടെത്തി അവർക്ക് എന്താണ് ടെക്നിക്കലി ആയിട്ടുള്ള മാനേജേഴ്സിൻ്റെ എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ കിറ്റ്കോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കിറ്റ്കോ എന്ന് പറയുകയാണെങ്കിൽ കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ഇത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്താണ്? ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികളുടെയും അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന ഓൺട്രപ്രണേഴ്സിൻ്റെയും കൺസൾട്ടൻസി ആവശ്യങ്ങൾ നിറവേറ്റുക. അതുപോലെ തന്നെ ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ അത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുമായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ കൊളാബറേഷനിൽ എത്തിയിട്ട് ആ കൊളാബറേഷനുമായിട്ട് സ്പോൺസേഡ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്ന് വെച്ചാൽ ആ ഒരു സഹകരിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിൽ സഹകരിച്ച് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത അതിലൂടെ സ്പോൺസേഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു സംഘടനയാണ് ഈ പറയുന്ന കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് MSMEൻ്റെ ഇമ്പോർട്ടൻസ് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് essay ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ജസ്റ്റ് ഒരു പോയിന്റ്സുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള MSMEൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ലെസ് ക്യാപിറ്റൽ റിക്വയർഡ്. 2, ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഷോർട്ടർ ഗസ്റ്റേഷൻ പീരീഡ്. അതുപോലെ തന്നെ കൗണ്ടർ ഇൻഫ്ലേഷൻ ആൻഡ് റിസിഷൻ. പിന്നെ സിമ്പിൾ ടെക്നോളജി ആയിരിക്കണം. പിന്നെ പറയുന്നത് എന്താണ്? ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽസ്. അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ്. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. മൊബിലൈസേഷൻ ഓഫ് റൂറൽ സേവിങ്സ്. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. ചെക്ക് റൂറൽ ലേബർ മൈഗ്രേഷൻസ്. അതുപോലെ തന്നെ ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ്. ഇതൊക്കെയാണ് നമ്മുടെ MSMEൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അതന്നെ നമുക്ക് എന്താണ് ഒരുവിധം എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ MSME ആണെങ്കിലും അതുപോലെ ഓൺട്രപ്രണേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലാണെങ്കിലും അതിലൊക്കെ എന്താണ് നമുക്ക് കൂടുതലായിട്ട് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് MSME എന്നാണ് പറയുന്നത്. 2019 ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 15 മാർക്കാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ പറയുന്ന എല്ലാ ഇമ്പോർട്ടൻസും എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ പറയുന്ന ലെസ് റിക്വയർഡ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ്, യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ലോക്കൽ റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷൻസ്, സിമ്പിൾ ടെക്നോളജീസ്, അങ്ങനെ നിരവധി ഇമ്പോർട്ടൻസ് ഒരു MSMEക്ക് ഉണ്ട്. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് അവൈലബിൾ ഇൻ ഇൻഡസ്ട്രി 2019. 2019 ചോദിച്ച വേറൊരു essay ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ
എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് MSME എന്നുള്ളൊരു ക്വസ്റ്റ്യന് ചോദിച്ച 4 മാർക്കിനാട്ടോ. ഇവിടെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് അവൈലബിൾ ഇൻ ഇൻഡസ്ട്രി. 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് essay ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 15 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. മെയിനായിട്ട് നമ്മുടെ MSMEനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസുകൾ ഏതൊക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് MSMEമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഒന്ന് ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഈ പറയുന്ന കിൻഫ്ര, പിന്നെ കിറ്റ്കോ, പിന്നെ എന്താണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അങ്ങനെ നിരവധി ഇൻഡസ്ട്രീസുകളും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെ നമ്മുടെ ഈ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചൊരു അതിൽ പറയുന്ന എല്ലാ ഇൻഡസ്ട്രീസുകളും നിങ്ങൾ അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് പഠിച്ച് വെക്കുക. കാരണം നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടംപോലെ ടൈം വേണ്ടി വരും. അപ്പോൾ എന്താണ് എന്നുള്ള കാര്യമാണ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോസിൽ പറയുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ് 4 മാർക്കിന്. ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് അടുത്ത് ചോദിച്ചത് എന്താണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. 2018 ചോദിച്ചതാണ് 2 മാർക്കിന്. ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്താണ്? ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ്സിലെ എൻ്റർപ്രൈസിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രായോഗികമായിട്ട് ലോൺസ് അനുവദിക്കുന്നതും അതുപോലെ തന്നെ ലോൺസിൻ്റെ ഒരു യഥാർത്ഥ ഡിസ്ട്രിബ്യൂഷൻസും തമ്മിലുള്ള ഒരു ടൈം, ആ ടൈമിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്രിഡ്ജ് ക്യാപിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും കൊമേഴ്ഷ്യൽ ബാങ്കുകളും ബിസിനസ്സിലെ എൻ്റർപ്രൈസിന് കൊടുക്കേണ്ട പ്രൊവൈഡ് ചെയ്യേണ്ട ലോൺസ്, ആ ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ തന്നെ പ്രായോഗികമായിട്ട് ലോൺസ് അനുവദിക്കുന്നതും അതുപോലെ തന്നെ ലോൺസിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് അവ തമ്മിലുള്ള ഒരു ടൈം, ആ ടൈമിൻ്റെ ഗ്യാപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് ക്യാപിറ്റലായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സബ്സിഡി. 2018 ചോദിച്ചാണ് 2 മാർക്കിന്. സബ്സിഡി എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ പ്രൈസ് കുറയ്ക്കാൻ ഒരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ബിസിനസ്സിനെയോ ഹെൽപ്പ് ചെയ്യുന്നതിന് സ്റ്റേറ്റ് ബോഡി അല്ലെങ്കിൽ പബ്ലിക് ബോഡി അനുവദിച്ച ഒരു എമൗണ്ട് ആണ് സബ്സിഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് MSME 4 മാർക്കിന് ചോദിച്ചാണ്. 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് MSMEയിലുള്ളത് അത് നമുക്ക് പറയാം. MSMEൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നെന്താണ്, യൂട്ടിലൈസിങ് ലോക്കൽ റിസോഴ്സ് എന്ന് വെച്ചാൽ ലോക്കൽ റിസോഴ്സുകൾ അഥവാ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങളൊക്കെ എന്താണ് വിനിയോഗിക്കുക. രണ്ടാമത്തെ എന്താണ് പറയുക, ക്രിയേറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വിത്ത് റിലേറ്റീവ്ലി ലോ ക്യാപിറ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താരതമ്യേന ഒരു ലോ ക്യാപിറ്റലോട് കൂടിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ സൃഷ്ടിക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പ്രൊവൈഡിങ് എ മോർ ഇക്വിറ്റബിൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇക്വിറ്റബിൾ ഇൻകംസ് അതെന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ്, അട്രാക്റ്റിംഗ് ആൻഡ് യൂട്ടിലൈസിങ് ഇൻഡിവിജ്വസ് ഓൺട്രപ്രണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിവിജ്വസ് ഓൺട്രപ്രണേഴ്സിനെ അട്രാക്റ്റീവ് ചെയ്യുകയും അതുപോലെ തന്നെ അത് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് MSME ഇൻ ഡെവലപ്പിംഗ് ദ കൺട്രീസ് 2018. നമ്മൾ കഴിഞ്ഞ ഇതിൽ 4 മാർക്കിന് 2019 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യന് 2018 ഇത് essay ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് MSMEക്ക് നമുക്കറിയാം. എന്താണ് ലെസ് ക്യാപിറ്റൽ റിക്വയർഡ്, രണ്ടാമത്തെ എന്താണ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ലോക്കൽ റിസോഴ്സസ്, യൂട്ടിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സ്, സിമ്പിൾ ടെക്നോളജിയാണ്. പിന്നെന്താണ് ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്സ്, അങ്ങനെ നിരവധി തരം എന്താണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ്. ഇതൊക്കെ നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് MSMEയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് essay ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു എത്രയാണോ നമുക്ക് മാർക്കുള്ളത്, 15 മാർക്കിനാണെങ്കിൽ എന്താണ് MSME എന്ന് എഴുതുക, ജസ്റ്റ് എന്താണ് അതിൻ്റെ ആ പോയിൻറ്റ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ഒരു 10 പോയിൻറ്റ് 13 പോയിൻ്റെങ്കിലും മിനിമം എഴുതി വെക്കുക.
എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SSI യൂണിറ്റ്സ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. SSI യൂണിറ്റ്സിൻ്റെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഡെവലപ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഓഫ് ദ MSME പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് കിറ്റ്കോ 2016 ചോദിച്ചാണ്, 4 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. 2019 എന്താണ് കിറ്റ്കോ എന്ന് ചോദിച്ചു, 2016 അതെന്താണ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഈ കിറ്റ്കോ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻ്റ് ആയ ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റർ എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റർ 2016 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഡിസ്കസ് ദ പീസസ് ഓഫ് ഇൻവോൾവ് ഇൻ സെറ്റിംഗ് അപ്പ് ഓഫ് എ സ്മാൾ സ്കെയിൽ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ MSME മൈക്രോ മീഡിയം സ്മാൾ സ്കെയിൽ എൻ്റർപ്രൈസുകളുടെ സ്റ്റേജസ് അതാണ് ഇതിൽ പറയുന്നത്. 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെപ്സ് ഇൻ MSMEൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സ്മാൾ സ്കെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്റ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 16 സ്റ്റേജസോളം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേജ് നന്നായിട്ട് പഠിക്കുക. 15 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിലൊരു ഡൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് അവൈലബിൾ ഇൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുകയാണെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ എഴുതേണ്ടത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റർ DIC അത് എഴുതുക. രണ്ടാമത്തെ എന്താ പറയുന്നത്, അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ രണ്ടാമത്തേത് എഴുതേണ്ടത് MSME DO എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസ് രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എഴുതേണ്ടത്. പിന്നെ മൂന്നാമത്തെ എഴുതുക നാഷണൽ സ്മാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻസ് NSIC അതെന്താണെന്ന് എഴുതുക. അതുപോലെ നാഷണൽ അലയൻസ് ഓഫ് യങ് ആൻട്രപ്രണേഴ്സ് യോഗ എന്നല്ല യങ് ആൻട്രപ്രണേഴ്സ്. നെക്സ്റ്റ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസ് അത് എഴുതുക. അതുപോലെ തന്നെ സ്മാൾ ഇൻഡസ്ട്രിയൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് എഴുതുക. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഓൺട്രപ്രണേഴ്സ് പാർക്ക്. നെക്സ്റ്റ് അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്സ്. പിന്നെ സ്മാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SIDBI. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്മാൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് അത് എഴുതുക. പിന്നെ മുദ്ര ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെ എഴുതാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് അവൈലബിൾ ഇൻ ഇൻഡസ്ട്രീസ് എന്നൊരു essay ചോദിക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റ്സുകളൊക്കെ ബ്രീഫ്ലി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് വന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള നേരം കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നന്നായിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. കാരണം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ 2 മാർക്കിനോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, essay ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അടുത്ത ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ആണ്. പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.